ഡ്യൂപ്ലിക്കേറ്റിന് തൊടാൻ പറ്റുന്നില്ല. Praise the God. See, മോശ ഫറവോയുടെ രാജസന്നിധിയിലെത്തി. എന്നിട്ട് പറയും ജനങ്ങളെ വിട്ടു തരണമെന്ന് പറയും. അപ്പൊ ഇവര് വലിയ അത്ഭുതം ചെയ്യുന്ന ഒരു ആൾക്കാരാണെന്ന് ഫറവോ കേട്ടു. അവന് എന്റെ മന്ത്രവാദികളെ വിളിച്ചേക്കാം, ഞാനും കാണിച്ചേക്കാം. മന്ത്രവാദികളെ വിളിച്ച് പറഞ്ഞു വടിയിടാൻ പറഞ്ഞു. അവര് വടിയിടുമ്പോ പാമ്പുകളായി മാറി. അല്ലേ? വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ട്. കുറച്ച് പേർക്ക് പുറപ്പാടിന്റെ പുസ്തകത്തിലുണ്ട്. അപ്പോ ഡ്യൂപ്ലിക്കേറ്റ് പാമ്പുകളല്ല ഇങ്ങനെ എഴുതി നടക്കുന്നു. അപ്പൊ എന്ത് സംഭവിച്ചു? മോശയുടെ വടി വിട്ടു. മോശയുടെ വടി ഇങ്ങനെ ഇരിക്കും. മോശ അങ്ങ് വടി അങ്ങ് ഒറ്റ പാമ്പ്, മറ്റേ കുറെ പാമ്പുകളുണ്ട്. മോശ വടി അങ്ങ് മോശയുടെ വടിയും പാമ്പായി മാറി. ഇതെന്ത് ചെയ്തു? മോശയുടെ പാമ്പും ഫറോയുടെ പാമ്പുകളും തമ്മിൽ ഫൈറ്റിംഗ് ആയി. പക്ഷേ മോശയുടെ പാമ്പ് മറ്റേ പാമ്പിനെ എല്ലാത്തിനും അങ്ങ് വിഴുങ്ങി. അതിനെല്ലാം വിഴുങ്ങി. അതായത് സത്യ ദൈവത്തിന്റെ സുവിശേഷം ഡ്യൂപ്ലിക്കേറ്റ് സുവിശേഷത്തെ വിഴുങ്ങാൻ പോവാ. പരിശുദ്ധാത്മാവിന്റെ ശക്തി പിശാചിന്റെ സകല കുതന്ത്രങ്ങളെയും വിഴുങ്ങാൻ പോവാ. പരിശുദ്ധാത്മാവിന്റെ തീയുടെ മുൻപിൽ ഒരു പിശാചിനും നിൽക്കാൻ പറ്റത്തില്ല. നീ വിശുദ്ധിയിൽ നടക്ക്, നീ പരിശുദ്ധാത്മാവിനാൽ ജീവിക്കും. അപ്പോ ദൈവത്തിന്റെ വചനം പറയുന്നു, യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിന്റെ 17 പറയുക. എനിക്കറിയാം നിങ്ങൾ നിന്ന് ബുദ്ധിമുട്ടുന്നുണ്ടെന്ന്. സാരമില്ല, ഇത്ര നേരം ഇരിക്കുമല്ലായിരുന്നു. 5 മിനിറ്റ് നിങ്ങൾ നിൽക്കും, അവൻ ബോഡിക്കും നല്ലത്. 17 യോഹന്നാന്റെ സുവിശേഷം 17 ഇതിൽ പറയുകയാണ്, ഞാൻ എന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ് യേശു, അവന്റെ വചനത്താൽ നിങ്ങളെ വിശുദ്ധീകരിക്കണമേ. അപ്പോൾ വിശുദ്ധീകരിക്കുന്നതിന്റെ നമ്പർ 1 കീ യേശു ക്രിസ്തുവിന്റെ വചനമാണ്. നമ്പർ 1 കീ എന്താണ്? രണ്ടാമത്തെ കീ ഉള്ളു, ബാക്കിയല്ല. രണ്ടാമത്തെ കീ ആണ് നിന്റെ പാപം ഏറ്റുപറയും. നിന്റെ പാപം നീ ഏറ്റുപറയുമ്പോൾ അത് റിലീസായി പോവുക. അത് കർത്താവ് ക്ഷമിക്കുകയാണ്. അപ്പോൾ ഇതാണ് സംഭവിക്കുന്നത്. അങ്ങനെ വിശുദ്ധീകരണത്തിൽ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ, തുടർച്ചയായിട്ട് നിനക്ക് വിശുദ്ധിയിൽ നടക്കണമെങ്കിലുള്ള സൂത്രവാക്യം ഞാൻ അങ്ങ് പറഞ്ഞുതരാം. നിന്റെ മനസ്സിൽ എപ്പോഴും ദൈവത്തിന്റെ വചനം ഉരുവിട്ടുകൊണ്ടിരിക്കുക. ദൈവവചനം നിന്റെ മനസ്സിൽ പുതുക്കിക്കൊണ്ടിരിക്കുമ്പോൾ, അതുകൊണ്ടാണ് വചനം പറയുന്നത് റിന്യൂ യുവർ മൈൻഡ്. നിന്റെ മനസ്സിനെ നീ ദൈവത്തിന്റെ വചനത്താൽ പുതുക്കിക്കൊണ്ടിരിക്കുക. ഫോർ എക്സാമ്പിൾ, ഉദാഹരണം, ഒരു വചനം പറഞ്ഞു. കാരണം വചനം പറയാറിയോ? ഒരു മിനിറ്റ്. കർത്താവ് വീട് പണിതില്ലെങ്കിൽ വീട് പണിയുന്നവരല്ല വൃതാവിലോ പണിക്കാറില്ല. വേറൊരു ബൈബിൾ വാക്യം പറഞ്ഞു. ഞാൻ ഇവിടെയല്ല ചോദിക്കുന്നത്, ഒരു മിനിറ്റ് അവസരം തരാം. അവര് കന്നഡ ആയതുകൊണ്ട് കന്നഡ ഭാഷയാണ് പറഞ്ഞത്. മലയാളം അത് നിങ്ങളൊന്ന് ധ്യാനിച്ചോണ്ടിരുന്നു. ദൈവത്തിന്റെ വചനം നിങ്ങൾ ധ്യാനിച്ചുകൊണ്ടിരുന്നു. നിന്റെ മനസ്സും നിന്റെ ആത്മാവും നിന്റെ ശരീരവും ഇങ്ങനെ പുത്തൻ പ്രാപിച്ചു. നിന്റെ മുഖത്തേക്ക് നോക്കിയാൽ തന്നെ ഒരു ഐശ്വര്യം ഉണ്ടാവും.
Praise God. Hallelujah. Hallelujah. എന്താ ഭയങ്കര സന്തോഷമാണ്. എത്രയോ പേര് നമ്മൾ ചോദിച്ചിട്ടുണ്ട്, എന്താ ദുഃഖിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താ കാരണം? നാം കോൺഷ്യസ്നെസ് ടു ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിനെ വേണം നമ്മുടെ മനസ്സിൽ എപ്പോഴും കൊണ്ടു നടക്കാൻ. ഒരു വ്യക്തിയെ കുറിച്ച് എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ നമ്മളൊരു അഡിക്ഷനായി മാറും, അല്ലേ? അഡിക്റ്റഡ് ടു ദാറ്റ് പേഴ്സൺ. അതാരാ? പരിശുദ്ധാത്മാവിന് നമ്മൾ അഡിക്റ്റഡ് ആണ്. ഹല്ലേലൂയ. ആ ഒരു നല്ല ശീലമായി മാറും. പരിശുദ്ധാത്മാവിനെ ചിന്തിക്കുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നല്ല ശീലമായി മാറിയാൽ സംഭവം കഷ്ടം. നിന്റെ ജീവിതമായി മാറിപ്പോകും. അപ്പൊ എത്ര പേർക്ക് ആഗ്രഹമുണ്ട് പരിശുദ്ധാത്മാവുമായിട്ട് ഒരുമിച്ച് ജീവിക്കാൻ? ഒരു കൂട്ടുപദ സീനിയർ പാർട്ട്ണർ, ദ ഹോളി സ്പിരിറ്റ്. സീനിയർ പാർട്ട്ണർ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവാണ് നിന്റെ മുതിർന്ന പങ്കാളി. പരിശുദ്ധാത്മാവാണ് എൻ്റെ മുതിർന്ന പങ്കാളി. പരിശുദ്ധാത്മാവാണ് എൻ്റെ മുതിർന്ന പങ്കാളി. പരിശുദ്ധാത്മാവാണ് എൻ്റെ മുതിർന്ന പങ്കാളി. പരിശുദ്ധാത്മാവാണ് എൻ്റെ മുതിർന്ന പങ്കാളി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇരുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ ലൈറ്റ് എൻ്റെ മേൽ ആഞ്ഞടിച്ചു. പൗലോസ് ശ്ലീഹായ്ക്കുണ്ടായ അനുഭവം അറിയാമോ? നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? പൗലോസ് ശ്ലീഹായ്ക്കുണ്ടായ അനുഭവം വായിച്ചിട്ടുണ്ടോ? അതായത് കർത്താവിനൊരു വ്യക്തിയെ വിളിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവനെ എവിടെ വെച്ചെങ്കിലും കർത്താവ് തൊടും. അത് യാതൊരു സംശയവും അവനെ തൊട്ടിരിക്കും. ഇന്ന് കൈയടിച്ച് കർത്താവിനെ ശ്രദ്ധിച്ചു. ദൈവത്തിന് വേണ്ടി അഗ്നിയായി മാറി. അതിന് കോംപ്രമൈസ്. കർത്താവിനെ ഫലമേൽപ്പിച്ചിരിക്കുന്ന ജോലി വൃത്തിയായിട്ട് ചെയ്യാനേ എനിക്കറിയാം. എത്ര പേർക്ക് സുവിശേഷം പറയാൻ ആഗ്രഹമുണ്ട്? സുവിശേഷം പറയാം. ഇന്ന് നിങ്ങൾക്കറിയാമോ, ഞാൻ കത്തോലിക്ക സഭയിലേക്ക് തിരിച്ചു വന്നതാണ്. ഞാൻ പ്രൊട്ടസ്റ്റന്റ് സഭയിലെ പാസ്റ്റർ 36 രാഷ്ട്രങ്ങളിൽ പോയി സുവിശേഷം അറിയിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ കത്തോലിക്ക സഭയിലേക്ക് വന്നത് വില കൊടുത്തിട്ട്. മനുഷ്യന്മാരെന്നെ കളിയാക്കി, എന്താ ബ്രദറെ ഈ പാസ്റ്റർ ഇങ്ങനെയൊക്കെ പോകുന്ന പരിപാടി, വാട്ട് ഈസ് റോങ് വിത്ത് യു? കർത്താവിന്റെ ആത്മാവ് 2019 എന്നോട് സംസാരിച്ചതിന്റെ വെളിച്ചത്തിലാണ് കത്തോലിക്ക സഭയിലേക്ക് തിരിച്ചു വന്നത്. അല്ലെ ഞാൻ വരത്തില്ല. വളരെ 6 മാസം എന്നെ ഞാൻ ഉപവാസത്തിലിരുന്നു. 6 മാസം 1-2 ദിവസമല്ല, 6 months. വൈകുന്നേരം ഒരു അല്പം കഞ്ഞി കുടിച്ചിട്ട് ജീവിച്ചൊരു മനുഷ്യനാണ്. എൻ്റെ ബോഡിയിൽ 15 കിലോ കുറഞ്ഞു. അപ്പോ വ്യക്തമായിട്ട് ദൈവം എന്നോട് സംസാരിച്ചതിന്റെ വെളിച്ചത്തിലാണ് ഞാൻ കത്തോലിക്ക സഭയിലേക്ക് വന്നത്. ഞാൻ പലപ്പോഴും ഒരു ബിഷപ്പിനോട് ചോദിച്ചു, ആലപ്പുഴ പോയപ്പോൾ ഒരു ബിഷപ്പിനോട് ചോദിച്ചു, 2000 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ സഭ രൂപീകരിക്കപ്പെട്ടു. 3-ാം നൂറ്റാണ്ടിൽ കത്തോലിക്ക സഭയുടെ ആരംഭമായി. ഓക്കെ, സഭാ ചരിത്രമാണ്. ഞാൻ IMS സെമിനാരിൽ ഉണ്ടായിരുന്നതാണ്. അച്ഛനാകാൻ പോകാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക്. അച്ഛനാകാൻ പോകാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. അവന് അച്ഛനാകാൻ പോയി ഒരു 3-4 വർഷം കഴിഞ്ഞപ്പോഴേ ഞാൻ അവിടെ സ്ഥലം വിട്ടു. എനിക്ക് വേണ്ടാന്ന് പറയും, ഞാനിത് പോകുന്നു. പക്ഷെ ദൈവം വിട്ടില്ല എന്നെ. ഹല്ലേലൂയ. ദൈവം വിട്ടില്ല. ഞാൻ വിട്ടു, പക്ഷെ ദൈവം എന്നെ വിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കയറി ഇപ്പൊ പ്രസംഗിക്കുന്നത്. ഇതുപോലെ ഒരു അവസരം റൂഹാധ്യാനത്തിന് വേണ്ടി ഒരുക്കി തന്നത് മറ്റാരുമല്ല, ബിഷപ്പ് അലക്സ് വടക്കന്തലയാണ്. ഞാൻ വേണ്ടി മാനിക്കുന്നു. കണ്ണൂർ ഡയസസിന്റെ കീഴിൽ ഈ ധ്യാന സെന്ററിൽ 2 വർഷം മുമ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത 2 years 2 വർഷമായി. 2 വർഷം നമ്മൾ തുടങ്ങി.
ആദ്യത്തെ റുഹാധ്യാനം ഇവിടെയല്ലായിരുന്നു, അത് IRC-ലായിരുന്നു. രണ്ടാമത്തെ റുഹാധ്യാനം ഇവിടെയായിരുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഞാനിത് പറയാൻ കാരണം ഞാൻ കണ്ണൂർ ഡയസിസിന് ഒബ്ലിഗേറ്റഡ് ആയിട്ടൊരു മനുഷ്യനാണ്. കാരണം ഞാൻ അവരുടെ കീഴിലാണ് വന്നത്. മനസ്സിലായില്ലേ? ഞാൻ പിതാവിൻ്റെ കയ്യൊപ്പ് സ്വീകരിച്ച പബ്ലിക്കായിട്ട് സെറമണിയിൽ ഞാൻ കത്തോലിക്ക സഭയിലേക്ക് തിരിച്ചു വന്നിരുന്നു. അപ്പൊ ഞാൻ വില കൊടുത്തു വന്ന വ്യക്തി, മനസ്സിലായി. അപ്പോ ഞാൻ ഈ ബിഷപ്പിനോട് സംസാരിച്ചിരിക്കുകയാണ്. 2000 വർഷമായിട്ടും അല്ലെങ്കിൽ 1997 വർഷമാണെങ്കിൽ എന്തായാലും ശരി 1.5 ബില്യൺ ആൾക്കാരേ ഉള്ളൂ കത്തോലിക്ക സഭയിൽ. എന്താണ് നമ്മൾ പഠിക്കണം, എല്ലാം പഠിക്കണം. അല്ല ചുമ്മാ ഇഗ്നോർ ചെയ്ത് വിടരുത്. ഇഗ്നോർ ചെയ്താൽ നമുക്ക് പരാജയമാണ്. നമ്മൾ പഠിച്ചെടുത്ത് 1.5 ബില്യൺ ആണ്. അത് എങ്ങനെയാണെന്ന് നിങ്ങൾ മലയാളത്തിൽ പ്രൊട്ടസ്റ്റന്റ് സഭക്കാർ തുടങ്ങിയിട്ട് 4 നൂറ്റാണ്ടേ ആയിട്ടുള്ളൂ. അവർക്ക് 1.3 ബില്യനായി മാറ്റി. ഇതെന്താ സംഭവം? ഇതിന് സീക്രട്ട് എന്താ? അവര് വളരുന്നുണ്ട്, നമ്മൾ വളരുന്നില്ല. എന്താ? ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞതാണ്. എന്നതാ? സുവിശേഷീകരണം. കത്തോലിക്ക സഭയിൽ സുവിശേഷീകരണം ഇല്ല. നമ്മുടെ തറയിൽ പിതാവിനെ കേട്ടിട്ടുണ്ടോ? പുള്ളി പറയാം, നമ്മുടെ ഏറ്റവും വലിയ വീക്ക്നെസ്. അദ്ദേഹം ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ട് പോവുക. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം പറയും. നമ്മളെ തൊടുന്ന ചില വാക്കുകൾ നമ്മൾ ഓർത്തിരിക്കും. അദ്ദേഹം പറയാം, ഞാൻ തൃശ്ശൂർ പട്ടണത്തിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജോയി ആൽക്കാസ് ജ്വല്ലറിയുടെ മുമ്പിൽ ഒരു വലിയ പ്ലേക്കാർഡും വെച്ച് 2-3 ചെറുപ്പക്കാരിങ്ങനെ നിൽക്കുക. യേശു ക്രിസ്തു മാത്രമാണ് ലോകരക്ഷകൻ എന്ന് എഴുതിയിട്ട്. അവൻ ബിഷപ്പ് പറഞ്ഞു, അടുത്തിരിക്കുന്ന ഡ്രൈവറിനോട് പറഞ്ഞു, ഇതെന്തായാലും കത്തോലിക്ക സഭയിലെ അംഗങ്ങളല്ല. നമുക്ക് അതിനുള്ള സമയമില്ല. അതാ പ്രശ്നം. നിങ്ങളൊന്ന് എഴുന്നേറ്റ മക്കളെ. കുറെ പേര് നരകത്തിലേക്ക് പോകുന്നുണ്ട്. അവരെ പിടിച്ച് കർത്താവിലേക്ക് ആകണ്ടത്. ഹല്ലേലൂയ. ഇവിടെ നമ്മുടെ ഹൈന്ദവ സഹോദരന്മാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. അവരുടെ രക്ഷയുടെ ആവശ്യമുണ്ട്. അവരെ പരിശുദ്ധാത്മാവിലൂടെ കുട്ടികൾ വന്നിരുന്നത്. നമ്മൾ സുവിശേഷം പറഞ്ഞില്ലെങ്കിൽ ആര് സുവിശേഷം പറഞ്ഞു? ഒരാളെ അയച്ചില്ലെങ്കിൽ എങ്ങനെ അയാൾ സുവിശേഷം കേൾക്കും? വചനത്തുള്ള കാര്യമാണ്. അപ്പോൾ സുവിശേഷം കത്തിജ്വലിക്കുവാൻ വേണ്ടിയുള്ള ഏറ്റവും വലിയ നമ്പർ 1 കീ ആണ് പരിശുദ്ധാത്മാവ്. നിനക്ക് ഒരു ചെറിയ 2 സ്പീക്കർ വെച്ചിട്ടുണ്ട്, ഒരു കോർഡ്ലെസ് മൈക്ക്. ഞാനവിടെ നിന്ന് പ്രസംഗിച്ചു. ആയിരക്കണക്കിന് 100 ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നുണ്ട്. സുവിശേഷം കേൾക്കേണ്ടവർ അവിടെ കുറച്ച് നേരം നിൽക്കും. ഈ ഒച്ചയുള്ള പ്രസംഗം കേട്ടിട്ട് സൂപ്പർ മാർക്കറ്റിൽ ആൾക്കാർ ഇറങ്ങി വന്നു. അപ്പൊ അവരെന്നെ പിടിച്ച് ജയിലിടുവാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നു. ഞാൻ ക്രിസ്തുവിന് വേണ്ടി ഹല്ലേലൂയ പറഞ്ഞാൽ ഹല്ലേലൂയ. സുവിശേഷത്തിനായി നമ്മൾ ജയിലിൽ പോയ അഭിമാനമാണ്. അപ്പോൾ സുവിശേഷമാണ് നമ്മുടെ ഏറ്റവും വലിയ ഫോക്കസ്. സുവിശേഷത്തിന്റെ തടസ്സമായിരിക്കുന്നവൻ പിശാചിന്റെ സമ്പത്ത്. അത് യാതൊരു സംശയവും. നിങ്ങളോർക്കും, ആരെങ്കിലും സുവിശേഷത്തിന് നിന്നെ തടസ്സമാക്കുന്നുണ്ടെങ്കിൽ he is number 1 devilish fellow. Because Bible says go and preach the gospel. നീ പോയി സുവിശേഷം അറിയിക്കുക. ആ സുവിശേഷത്തിന് ഒരു ഫ്യൂവൽ വേണം. സുവിശേഷത്തിന്റെ എഞ്ചിൻ നമ്മുടെ എഞ്ചിനാണ്. നമുക്കൊരു ഫ്യൂവൽ വേണം, നമുക്കൊരു പവർ വേണം, നമുക്കൊരു ഡീസലോ പെട്രോളോ അതാ ഞാൻ ഉദ്ദേശിച്ചത്. ഒരു ശക്തി വേണം നമ്മുടെ പിന്നിൽ പ്രവർത്തിക്കുവാൻ. അതാരാ? പരിശുദ്ധാത്മാവ്. നീതിമാനായി ജീവിക്കുക. ദൈവം നിന്നെയും നിന്റെ കുടുംബത്തെയും മാനിക്കും. ഞാനിവിടെ കാണാപ്പാടം പഠിച്ചോണ്ട് വന്ന് പ്രസംഗിക്കുന്നതല്ല. ഞാൻ പലപ്പോഴും പല രാജ്യങ്ങളിലേക്ക് സുവിശേഷത്തിന് വേണ്ടി പോകുമ്പോഴും പല ധ്യാനസഭയിലേക്ക് സുവിശേഷത്തിന് വേണ്ടി പോകുമ്പോഴും ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന കാര്യമല്ല ഉൾപ്പെട്ടി ചെന്നിട്ട് കർത്താവിനോട് പറയുന്നത്. ഞാൻ കൺഫ്യൂസ് ആയി പോയിട്ടുണ്ട്. ഞാൻ നല്ലപോലെ വചനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്രിപ്പയർ ആയി ചേച്ചി അപ്പോ ഈ പ്രിപ്പയർ ആയി ഞാനിങ്ങനെ പോവാ. ഉൾപ്പെട്ടി കയറി വന്നപ്പോഴത്തേക്കും അവിടെയുള്ള
ക്രൗഡിനനുസരിച്ച് എന്നോട് സൂക്ഷിക്കാൻ പറഞ്ഞു. അവിടെയുള്ള ക്രൗഡിന് എന്താണ് ആവശ്യം അതിനനുസരിച്ച് ശുശ്രൂഷിക്കാൻ പറഞ്ഞു. ഞാൻ കേൾക്കാൻ എന്ത് സംഭവം, ഞാനിത് മുഴുവനും പഠിച്ച് രാമകലായിട്ട് പഠിച്ച് വ്യക്തമായി വന്നിട്ട് ഞാൻ വേറെ എന്ത് ഞാൻ പറഞ്ഞു, കർത്താവേ എനിക്കറിയില്ല, നീ അധരത്തിൽ നിന്റെ വചനം തരണം. പിന്നെ ഞാൻ പ്രസംഗം അവസാനിക്കുക 2 മണിക്കൂറിന് ശേഷം. മനസ്സിലായോ? അപ്പം ആത്മാക്കൾക്ക് വേണ്ടി നശിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാക്കളെ രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ എനിക്ക് ശക്തി തരണമേ, ഒരു തീഷ്ണത തരണമേ, പരിശുദ്ധാത്മാവേ. അങ്ങല്ലാതെ മറ്റാരും എന്നെ സഹായിക്കാനില്ല. ആത്മാക്കളെ നേടുവാൻ, ആത്മാക്കൾക്ക് വേണ്ടി കരയുവാൻ, ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അങ്ങയുടെ അഗ്നി എന്റെ ഹൃദയത്തിലേക്ക് പകരണമേ, അങ്ങയുടെ അഗ്നി എന്റെ ഹൃദയത്തിലേക്ക് പകരണമേ. നിങ്ങൾക്കറിയാം, ഭർത്താവിനെ ഭാര്യ ആകർഷിക്കുന്നത് നാച്ചുറൽ വേ ഓഫ് അട്രാക്ടിങ് അല്ലേ? നല്ല ഡ്രസ് അടിച്ചു, നല്ല മേക്കപ്പ് ഇട്ടു, അങ്ങനെയൊക്കെ. എന്നാൽ ആത്മീയ തലത്തിലേക്ക് കടന്നു നോക്കി, ദൈവത്തിന് നിന്നിൽ ഏറ്റവും പ്രീതിജനകമായിരിക്കുന്നത് അവന്റെ വചനം. കാരണം മറ്റൊന്നുമില്ല, the living word is Jesus Christ. യേശു ക്രിസ്തുവാണ് ജീവിക്കുന്ന ദൈവത്തിന്റെ വചനം. ആ വചനം നിന്നിലുണ്ടെങ്കിൽ ഒരുവനും നിന്നെ തോൽപ്പിക്കാനാവത്തില്ല. ഒരുവനും പിശാചിനോ മനുഷ്യർക്കോ രോഗത്തിനോ പട്ടിണിക്കോ സമൂഹത്തിനോ നിന്നെ പരാജയപ്പെടുത്താൻ പറ്റില്ല. What is inside of you? യേശു ക്രിസ്തുവിന്റെ വചനം. Oh, hallelujah. You know, you should be linked together with the word of God. ദൈവ വചനവുമായി നീ ഒന്നായിരിക്കും. ദൈവ വചനം. മറ്റുള്ള മെറ്റീരിയൽസ് എല്ലാം നമ്മൾ കാണുന്നത് എല്ലാം പോകും മക്കളെ. എവറിത്തിങ്, ഈ ഫാന്, ക്യാമറ, ഈ മ്യൂസിക്, ഈ ബോർഡുകൾ എല്ലാം മാറ്റി പോകും. ദൈവത്തിന്റെ വചനം മായത്തില്ല. ദൈവത്തിന്റെ വചനം മായത്തില്ല. ബാക്കി എല്ലാം മാഞ്ഞു പോകും. നമ്മളും മാഞ്ഞു പോകത്തില്ല. കാരണം എന്താ? നമ്മൾ ദൈവത്തിന്റെ വചനത്തിലാണ് നിൽക്കുന്നത്. അതൊരു അഷ്വറൻസ്, അതൊരു ഉറപ്പാണ്. അങ്ങ് ദൂരെ തിരുവനന്തപുരത്ത് നിന്ന് വരെ ആൾക്കാർ വന്നത് എന്തിനു വേണ്ടിയാണ്? പരിശുദ്ധാത്മാവിനെ ഒന്ന് പരിചയമായി, പരിശുദ്ധാത്മാവുമായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ആഴമായ ബന്ധം സ്ഥാപിക്കുവാൻ. എത്ര ഞാൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. സുവിശേഷ പ്രസംഗത്തിന് വേണ്ടിയും സുവിശേഷത്തിന്റെ ആ ഒരു അറിവിനും വേണ്ടിയും ഞാൻ ലക്ഷക്കണക്കിന് പുസ്തകം ആശ്രയിക്കുന്നത് മറ്റാരെയല്ല, ലോകത്തെ സൃഷ്ടിക്കുന്ന ഒമ്നിഷ്യന്റ്, സർവശക്തൻ, ഒമ്നിപൊട്ടന്റ്, സർവശക്തൻ, ഒമ്നിഷ്യൻ, ഓൾ നോയിങ് ഗാഡ്, എല്ലാം അറിയുന്ന ദൈവം, ഒമ്നിപ്രസന്റ്, എല്ലായിടത്തുമുള്ള ദൈവത്തെയാണ് നീ ആരാധിക്കുന്ന മോനെ. ആ ദൈവമാണ് നിന്നിൽ വസിക്കുന്നത്. Inhabitation, God is inhabiting in you. That is different from other gods. മറ്റ് ദൈവങ്ങളും നമ്മുടെ ദൈവവുമായുള്ള വ്യത്യാസം എന്താ? മറ്റ് ദൈവം പുറത്ത് ജീവിക്കുന്നു, നമ്മുടെ ദൈവം നമ്മുടെ ഉള്ളിൽ ജീവിക്കുന്നു. യേശുവിന്റെ ഉള്ളിലാ. നമ്മൾ എവിടെ പോയാലും പേടിക്കുന്നത് എന്തിനാ പേടിക്കുന്നത്? ദൈവമല്ലേ നമ്മുടെ ഉള്ളിലുള്ളത്. അവനറിയാതെ എന്തെങ്കിലും ചെയ്യുമോ? മിസ്റ്റർ ഈ ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ട് ആരെയും കറങ്ങുന്നത്? തമ്പുരാന്റെ ശക്തിയാണ്, തമ്പുരാന്റെ ശക്തിയാണ്. ആൾക്കാര് യേശു ക്രിസ്തുവിന്റെ കുഞ്ഞായിട്ട് കാണുന്നത്. നമ്മുടെ കർത്താവ് എന്നോ വലിയ ദൈവമാണ്. മനസ്സിലായി? എന്നോ വലിയ ദൈവം. അതായത് പലരും പറഞ്ഞു, സ്വർഗത്തെ സിംഹാസനമാക്കിയും ഭൂമിയെ പാദപീഠവുമാക്കിയിരിക്കുന്നു.
ദൈവത്തെ ഒന്ന് മനസ്സിൽ കണ്ടേ. ആ വലിയ ദൈവമാ മക്കളെ നിങ്ങളെ സ്നേഹിച്ചുകൊണ്ട് നിങ്ങൾ. പിശാചിന് ക്രിസ്ത്യാനികളെ കാണത്തില്ല. അതാണ് അവന്റെ ട്രിക്ക്. അവരെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണം. ആദ്യത്തെ സ്റ്റെപ്പ് പിശാചിനെ എങ്ങനെ നശിപ്പിക്കുന്നു? അല്ലെ, പിശാചിനെ നിങ്ങളെ നശിപ്പിക്കണം. ഒരുവൻ ക്രിസ്തുവിനെ സ്വീകരിച്ചാൽ അവൻ ക്രിസ്ത്യാനി ആയാൽ അവൻ ക്രിസ്തുവിന്റെ വചനം വായിക്കാൻ തുടങ്ങിയാൽ ഇതൊന്നും ചെയ്യിപ്പിക്കത്തില്ല. വചനം വായിക്കാൻ തുടങ്ങുമ്പോൾ വായിക്കോട്ടം വരും, മറ്റുള്ളവരുടെ ടെലിഫോൺ വരും, പിന്നെ എന്നാ അലക്കാൻ തോന്നും, കിച്ചണിൽ പോയി ജോലി ചെയ്യാൻ തോന്നും. പ്രാർത്ഥിക്കാനും വചനം വായിക്കാനും തുടങ്ങുമ്പോൾ മറ്റ് ചിന്തകളിലേക്ക് നമ്മളെ കടത്തിവിടുന്ന മറ്റാരുടെ വിശ്വാസം. മനസ്സിലായോ? യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം വായിക്കാമോ? യോഹന്നാന്റെ സുവിശേഷം 14:10. കേട്ടത്? പരിശുദ്ധാത്മാവ്, സ്വർഗീയ പിതാവ് സ്വർഗത്തിൽ, യേശു ക്രിസ്തു സ്വർഗത്തിൽ പിതാവിന്റെ വലതു ഭാഗത്ത്, നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ആരാ? പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് എന്നേക്കുമായി ഞാനൊരു കാര്യസ്ഥലത്തിനും. 14-ാമത്തെ വാക്യം വായിച്ചേ. 14. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ, നിങ്ങളുടെ കൂടെ ചേർന്ന് നടക്കാൻ, നിങ്ങളുടെ കൂടെ വസിക്കുവാൻ, നിങ്ങളുടെ കൂടെ പാർക്കുവാൻ, നിങ്ങളുടെ കൂടെ ഭക്ഷണം കഴിക്കുവാൻ, നിങ്ങളുടെ കൂടെ കിടന്നുറങ്ങാൻ, നിങ്ങളുടെ കൂടെ വാസം ചെയ്യുവാൻ ഒരുവനെ തരുകയാണ്. മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. അതാണ് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്നേഹിക്കാൻ ആരംഭിക്കും. You will get that anointing and power of God. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. എന്റെ ജീവിതത്തിൽ ആയിരക്കണക്കിന് മിറക്കിൾസ് ഞാൻ കണ്ടിട്ടുണ്ട്. കണ്ണുകൊണ്ട് കാണാൻ പറ്റും. 1-2 മിറക്കിൾസ്, ആയിരക്കണക്കിന് അത്ഭുതങ്ങൾ. ഞാൻ അത്ഭുതത്തിലൊന്നും അധികം വിശ്വസിക്കുന്നു. ഞാൻ ആദ്യമായിട്ട് കരിസ്മാറ്റിക് ധ്യാനം കൂടുന്നത് ഞാൻ സെമിനാരിൽ പോയപ്പോൾ ആലപ്പുഴയില് നമ്മുടെ IMS-ന്റെ ഒരു ധ്യാന സെന്റർ ഉണ്ട്. അവിടെ പോയപ്പോഴാണ് ആദ്യം ഞാൻ സെമിനാരിലല്ല. ഞാൻ ഈ കോപ്രാചകന്റെ സത്യം പറയുന്നത് പൊട്ടിച്ചിരിച്ചിട്ടുണ്ട്, കളിയാക്കിയിട്ടുണ്ട്. ഞാനത് നമ്മള് സെമിനാരിൽ പോയി ആദ്യത്തെ വന്ന 2 മാസമായതുകൊണ്ട് തരാൻ വേണ്ടി. അതാരാ? പരിശുദ്ധാത്മാവ്. അപ്പൊ ത്രിയേക ദൈവത്തെ വെളിപ്പെടുത്തുന്ന ഒരൊറ്റ വാക്യമാണ്. ആ വാക്യത്തിൽ നമ്മൾ നിലനിന്ന് കഴിഞ്ഞാൽ ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമുക്ക് ശരിക്കും ആസ്വദിക്കാൻ സാധിക്കും. ശരിക്കും ആസ്വദിക്കാൻ പറ്റും. ചിലർ പറയും, എനിക്ക് പ്രാർത്ഥിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. 5 മിനിറ്റ് പ്രാർത്ഥിക്കുമ്പോഴേക്കും ഉറക്കം വരും. 5 മിനിറ്റ് പരിശുദ്ധാത്മാവിലുള്ള രക്ഷയിലൂടെ സാൽവേഷൻ. ആ ക്രമ സാൽവേഷൻ, ക്രമയുള്ളതുകൊണ്ട് നമുക്ക് സാൽവേഷൻ കിട്ടിയത്. മനസ്സിലായോ? അപ്പൊ ലാസ്റ്റ് വാക്യം സഹവാസം. ഇപ്പോൾ നമ്മൾ നിലനിർത്തേണ്ട ഒരു കാര്യമാണ് പരിശുദ്ധാത്മാവുമായിട്ടുള്ള സംയോജനം, സഹവാസം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇപ്പൊ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു, എന്തെങ്കിലും പ്രയാസം വന്നു, അപ്പൊ നമ്മൾ ആരെ ആശ്രയിക്കേണ്ടത്? ഹോളി സ്പിരിറ്റ്. ഹോളി സ്പിരിറ്റ് give me an advice. Praise the Lord. ഈ ധ്യാനത്തിന് മുമ്പ് നിങ്ങൾ വന്നപ്പം പരിശുദ്ധാത്മാവിനോട് ഒരു അഭിപ്രായം ചോദിച്ചു. നിങ്ങൾ have you spoken to Holy Spirit to get your opinion about this retreat? ഏതെങ്കിലും റിട്രീറ്റിന് നിങ്ങൾ പോകും, ഓടിച്ചാടി കയറി പോവുകയല്ല വേണ്ടത്. ഈ പരിശുദ്ധാത്മാവോട് ചോദിക്ക്, ഒരു ഒപ്പീനിയൻ ചോദിക്ക്. ഞാൻ ഈ ധ്യാനത്തിന് പോകണോ? അപ്പോഴാ ഒപ്പീനിയന്റെ ഉത്തരമാണ് നിങ്ങളിവിടെ കടന്നു വന്നത്. ആ ഒരു അഭിപ്രായത്തിന്റെ പരിണിത ഫലമാണ് നിങ്ങൾ എല്ലാവരും ഇവിടെ ഇരിക്കുന്നത് പ്രഭാതത്തിൽ. എന്നെ ആരെങ്കിലും പ്രസംഗിക്കാനോ ശുശ്രൂഷിക്കോ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ പ്രാർത്ഥിച്ചിട്ട് തീരുമാനിക്കുള്ളൂ. ചാടിക്കയറി പറയത്തില്ല ഞാൻ ഇതാ ഇപ്പം വരാം, അല്ലെങ്കിൽ നാളെ വരാം, ഡേറ്റ് ഒന്നും കൊടുക്കത്തില്ല. ഹല്ലേലൂയ. അപ്പൊ എന്താ ചെയ്യേണ്ടത്?